ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഇവിടെ ചെയ്യുന്നത് സാറ്റൻ റിബണിൻ്റെ രണ്ട് കളർ ചേർന്നൊരു റോസ് ഫ്ലവറാണ്. വളരെ മനോഹരമായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് ഒരു പീസിൻ്റെ കൂടെ വേറൊരു പീസും കൂടി ഫെവി ബോണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പീസിൻ്റെ കൂടെ നമ്മൾ ഫെവി ബോണ്ട് ചെയ്ത് വേറൊരു പീസും കൂടി നമ്മളില്ല ലീവ്സ് കട്ട് ചെയ്യുന്ന കണക്ക് തന്നെയാണ് കട്ട് ചെയ്ത് വെച്ച പീസിൻ്റെ കൂടെ വീണ്ടും ഫെവി ബോണ്ട് ചേർത്ത് അതങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പം ഡാർക്ക് കളറിൽ ഇതും ലൈറ്റ് കളറിൽ ഈ ലൈറ്റ് കളറിൽ ഇത് രണ്ടെണ്ണം ചേർത്ത് വെച്ചതിൽ രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് അതാണ് ഇവിടെ ഏത് സാറ്റൻ റിബണിലും ഇതുപോലെ ലൈറ്റർ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യേണ്ടത്. ലൈറ്റർ യൂസ് ചെയ്താൽ മാത്രമേ അത് അതുപോലെ ഇരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഇഴകൾ അല്ലെങ്കിൽ ആ നൂല് ഇളകി പോവും. ഇതുപോലെ അത് ബാക്കിലോട്ട് ടേൺ ചെയ്ത് വരും. എന്നിട്ട് അതിൻ്റെ ഏറ്റവും ലാസ്റ്റും ഇതുപോലെ തന്നെ ലൈറ്റർ യൂസ് ചെയ്ത് ചെയ്യുക. ഇതുപോലെ മടക്കുമ്പോൾ അത് അതുപോലെ ആയി വരണം, ബാക്കിലോട്ട് ടേൺ ചെയ്ത് വരാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ ലീവ്സിലും എല്ലാ ഇതളുകളും രണ്ട് സൈഡ് ചരിച്ചൊന്ന് കട്ട് ചെയ്യുന്ന ചരിച്ച് കട്ട് ചെയ്യുന്നതിലായിരിക്കുന്നത് എങ്കിൽ മാത്രമേ ഇത് ബാക്കിലോട്ട് ടേൺ ചെയ്യൂ. ഈ ചരിച്ച് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗ്ലിറ്റേർഡ് ഭാഗം മുകൾ വശവും അല്ലാത്ത ഭാഗം താഴെ വെച്ചുമാണ് നമ്മൾ ലൈറ്റർ ചെയ്യുന്നത്. ഇതുപോലെ മടക്കി ഇനിയിപ്പോൾ ആ റോസ് ഫ്ലവർ ചെയ്യാനായിട്ട് നമ്മൾ ഗോൾഡൻ കമ്പിയിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി അതിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ അപ്പോൾ കുറച്ച് ഒരു കട്ടി തോന്നിക്കാനാണ് ഈ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആദ്യത്തെ ഒരെണ്ണം ഇതുപോലെ ബാക്കിലോട്ട് ഫോൾഡ് ചെയ്യത്തക്ക വിധത്തിൽ അത് ചുരുട്ടി വെച്ച് കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. കെട്ടുന്നതാണ് കുറച്ചും കൂടി ബലത്തിൽ. നല്ല രീതിയിൽ ഇതുപോലെ ചുറ്റി വരിഞ്ഞ് രണ്ട് പ്രാവശ്യം ഇതുപോലെ കെട്ടിയെടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ നമുക്ക് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ച് ചെയ്ത് വേണമെങ്കിൽ സ്പീഡിന് പോവാം. പക്ഷേ രണ്ട് ഇതളുകൾ ചേർത്ത് വെച്ചതുകൊണ്ട് കുറച്ചും കൂടി ഒരു വലിയ ഫ്ലവറായിട്ട് വരും. നല്ല ഭംഗിയാണത് കാണാനും മനോഹരമായിട്ട്. നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് വേണമെങ്കിലും ഇതുപോലെ റോസ് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പെൻ ഗിഫ്റ്റായിട്ട് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്രസൻറ്റേഷനായിട്ട് വേണമെങ്കിൽ നമുക്കിത് ചെയ്തു കൊടുക്കാം. ഇതുപോലെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ കംപ്ലീറ്റ് ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ എനിക്കൊരു അഡിക്റ്റ് തന്നെയാണ്. കംപ്ലീറ്റ് നമുക്ക് ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം, വോളിലും ഡെക്കറേറ്റ് ചെയ്യാം. ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചാൽ മാത്രം മതി. ഇനി നമ്മൾ ആ ഒരു പിങ്ക് കളറ് ഒരു 6-7 പെറ്റൽസ് ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് വരും. ഇനി അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മൾ അതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് ഒന്ന് ചേർത്ത് പിടിച്ച് ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ച് വെച്ചിട്ടുണ്ട്. ഓരോന്ന് ഇതുപോലെ റൗണ്ട് ചെയ്താണ് നമ്മൾ കെട്ടിയെടുക്കേണ്ടത്. ആദ്യമേ ഓപ്പോസിറ്റ് കെട്ടിയതിന് ശേഷം പിന്നെ റൗണ്ട് ചെയ്ത് കെട്ടിയെടുക്കും. അതിന് ശേഷം നമ്മൾ ആ ഒരു ബാക്കിലോട്ട് നമ്മൾ കെട്ടിയതിൻ്റെ ബാലൻസ് കാണാത്ത വിധത്തിൽ വേണം ആ ഒരു ഗ്രീൻ ടേപ്പ് ടൈറ്റായിട്ട് ചുറ്റിയെടുക്കാനായിട്ട്. ഇനി ആ ഒരു ബാക്കിലോട്ട് നമ്മൾ വെക്കാനുള്ളൊരു ഇലയുടെ കണക്ക് തന്നെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ലൈറ്റർ യൂസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് പിടിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ചുരുണ്ടോളും. ഇത് ബാക്കിലോട്ട് നമ്മൾ ഒട്ടിച്ച് ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഒറിജിനാലിറ്റി കിട്ടും. പിന്നെ ആ ലീവ്സിന് വേണ്ടിയിട്ടും ആ ഒരു നമ്മൾ ഒന്നിൻ്റെ കൂടെ ഒരു കട്ട് ചെയ്ത പീസിൻ്റെ കൂടെ വേറൊരെണ്ണം കൂടി ഒട്ടിച്ചതിന് ശേഷമാണ് ലീവ്സിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നത്. ആ ലീവ്സിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തതിൽ ഇത് റോസ് ഫ്ലവർ ആയതുകൊണ്ട് ഒരു 2 കട്ടിങ് ഇതുപോലെ ചരിച്ച 2 കട്ടിങ് 2-3 കട്ടിങ് ഓക്കെ അത് ചെയ്തതിന് ശേഷം നമ്മൾ ലൈറ്റർ യൂസ് ചെയ്തൊന്ന് പിരുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് നല്ല ചുളുവിനായി കിട്ടും. ഇനി അതിനൊരു ആ ഞരമ്പ് ചെയ്യാനും നമ്മൾ പിടിച്ചു വെച്ച് ലൈറ്റർ യൂസ് ചെയ്യാണ്. ഇതുപോലെ ഓരോ ഫ്ലവറും മൊട്ടുകളും ചെയ്തതിന് ശേഷം നമ്മൾ അത് പിണച്ച് വെച്ച് അത് പിരിച്ച് വെച്ച് ഓരോന്ന് നമുക്ക് വേണ്ട ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്ലവറും ഇലയും റെഡിയാക്കി എടുക്കാം. നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഈ ഫ്ലവർ കാണുമ്പം തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. വീണ്ടും നമുക്ക് വ്യത്യസ്തമായിട്ട് ഒരുപാട് ഫ്ലവേഴ്സുകളും പല കളറിലെ ഫ്ലവേഴ്സുകളും നമുക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് തന്നെ കിട്ടും. ഇതുപോലെ മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ ലീവ്സ്. സാധാരണ നമ്മൾ കുഞ്ഞുനാളിലൊക്കെ ഞാൻ ഇതുപോലെ ഫ്ലവേഴ്സുകൾ നമ്മൾ പ്ലാസ്റ്റിക്കിൽ കണ്ടിട്ടുണ്ട്. അന്നെല്ലാം ഭയങ്കര അഡിക്റ്റായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യും തോറും അത് ഒരുപാട് ചെയ്യണമെന്നുള്ളൊരൊറ്റ ആഗ്രഹം നമുക്ക് വരും. കാരണം അതിൻ്റെ ഒരു ഭംഗി അത്രത്തോളം ഭംഗിയാണ് ഈ സാറ്റൻ റിബൺ എന്ന് പറയുന്നത്. മറ്റേതിനേയും കഴിയും എനിക്ക് ഒരുപാട് ഇഷ്ടം ഈ സാറ്റൻ റിബണാണ്.
നമുക്ക് എത്ര വീതി വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. ഇതിപ്പോൾ 2 ഇതളുകൾ നമുക്ക് ഒരുമിച്ച് വെച്ച് ഒട്ടിക്കുന്ന കണക്ക് തന്നെ 3ഉം 4ഉം വെച്ച് നമുക്ക് വലിയ റോസ് ഫ്ലവർ ആക്കിയെടുക്കാം. റോസ് ഫ്ലവർ മാത്രമല്ല, സൺഫ്ലവർ ഏത് ഫ്ലവർ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ഇതളുകൾ കട്ട് ചെയ്ത്, പക്ഷേ ലൈറ്റർ യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കുട്ടികൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. വലിയവർക്ക് ചെറുതായിട്ടൊന്ന് ഓൺ ചെയ്താൽ മതി. ഇതപ്പോഴേ അത് നല്ല രീതിയിൽ അത് ഉരുകി താഴോട്ട് തന്നെ വരും. ഇതുപോലെ മനോഹരമായിട്ട് നല്ല ഫ്ലവേഴ്സുകൾ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വീടിന് നല്ല ഡെക്കറേഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഫംഗ്ഷനുകളിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ 2ഓ 3ഓ ബൊക്കെ ആക്കി വേണമെങ്കിൽ കൊടുക്കാം. ബൊക്കെ എന്ന് പറയുന്നത് വെറും ഫ്ലവേഴ്സുകൾ മാത്രം. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഒരു വോൾ ഹാങ്ങിങ് ആയിട്ട് വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. ആ ബാലൻസ് ഉള്ള ആ ഒരു ഗോൾഡൻ വയർ നമുക്ക് ചുറ്റി ഒരു റൗണ്ട് പിടിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് തിരിച്ചത് വോൾ ഹാങ്ങിങ് വേണമെങ്കിലും നമുക്ക് ഇടാവുന്നതാണ്. ഇതിപ്പം ഫ്ലവർ വേസ് ആക്കി ക്രിയേറ്റ് ചെയ്തിരിക്കും.